കാന്താര 2 സിനിമയിലെ ദൈവക്കോലത്തെ അപമാനിച്ചു എന്ന കേസിൽ നടൻ രൺവീർ സിംഗ് കോടതിയിൽ മാപ്പ് പറയണമെന്നും ചാമുണ്ഡി ക്ഷേത്രം സന്ദർശിക്കണമെന്നും ഉത്തരവിട്ട് കർണാടക ഹൈക്കോടതി. മതവികാരങ്ങളെ മാനിക്കാൻ പൊതുപ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി ഈ വേളയിൽ ഊന്നിപ്പറഞ്ഞു. ദുരന്തത്തെ റിവെഞ്ച് പുറത്തിറങ്ങിയതിനു ശേഷം രൺവീർ സിംഗുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടനെ പിന്തുടരുന്നു. ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1 ആണ് കേസിന് ആധാരം. ഗോവ ഫിലിം ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ കാന്താരയിലെ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് രൺവീർ നടത്തിയ അനുകരണമാണ് നടന് വിനയായത്. ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നതിനിടെ സിനിമയിലെ ദൈവിക രൂപത്തെ പെൺപ്രേതമെന്നാണ് രൺവീർ സിംഗ് വിശേഷിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിൽ തെയ്യം ആരാധനയുമായി ബന്ധപ്പെട്ട ദൈവിക ബിംബത്തെ പെൺപ്രേതമെന്ന് പരാമർശിച്ചത് അനാദരവാണെന്ന രീതിയിലായിരുന്നു വിമർശനമുയർന്നത്. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിലൂടെ താരം ക്ഷമ ചോദിച്ചിരുന്നു. സിനിമയിൽ ഋഷഭ് കാഴ്ചവെച്ച അവിശ്വസനീയമായ വിധമുള്ള പ്രകടനം എടുത്തു കാണിക്കൂ എന്നത് മാത്രമായിരുന്നു തന്റെ ഉദ്ദേശം. ആ പ്രത്യേക രംഗം അദ്ദേഹം ചെയ്ത രീതി അവതരിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തോട് എനിക്ക് അങ്ങേയറ്റം ആരാധനയുണ്ട്. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. എന്നാൽ കേസ് വീണ്ടും പരിഗണിച്ച കർണാടക ഹൈക്കോടതി രൺവീർ കോടതിയിൽ മാപ്പ് പറയണമെന്നും ചാമുണ്ഡി ക്ഷേത്രം സന്ദർശിക്കണമെന്നും ഉത്തരവിട്ടു. താരങ്ങൾക്ക് ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ളതിനാൽ അവർക്ക് തങ്ങൾ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന പറഞ്ഞു. അതേസമയം തന്റെ പ്രവർത്തികൾക്ക് നിരുപാധികം ക്ഷമാപണം നടത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറാണെന്ന് രൺവീർ സിംഗ് കർണാടക ഹൈക്കോടതിയെ അറിയിച്ചതായും കോടതി നിർദ്ദേശം അനുസൃതമായി ചാമുണ്ഡി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.